നമസ്കാരം. വലിയ ആശയങ്ങളെ ലളിതമായി മനസ്സിലാക്കുന്ന നമ്മുടെ ഈ വിവരണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഡിംഗിലെ ഒരു പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്, സെമാഫോറുകൾ, അതായത് കോഡിന്റെ ട്രാഫിക് പോലീസുകാർ. നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലെ വളരെ സാധാരണമായ ഒരു പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒന്നിലധികം പ്രോഗ്രാമുകൾ ഒരേ സമയം ഒരേ ഡേറ്റ മാറ്റാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അതെ, അവിടെയൊരു റേസ് കണ്ടീഷൻ ഉണ്ടാവും. അതായത് രണ്ട് പ്രോഗ്രാമുകൾ ഒരേ ഡാറ്റ മാറ്റാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. അവസാനം ഏത് പ്രോഗ്രാമാണ് ആദ്യം എത്തുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഫലം. ഇത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത തെറ്റായ ഉത്തരങ്ങളിലേക്ക് നയിച്ചേക്കാം. ഈയൊരു പ്രശ്നം, ഈയൊരു ആശയക്കുഴപ്പം കൺകറൻസിയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. ഇത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ നിയമങ്ങൾ വേണം. ഈ ഡേറ്റ പങ്കുവയ്ക്കുന്നതിന് ഒരു ഓർഡർ കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ മത്സരം ഒഴിവാക്കാം? എങ്ങനെയാണ് ഒരു സമയത്ത് ഒരു പ്രോസസ്സിന് മാത്രം ഈ പ്രധാനപ്പെട്ട ഡേറ്റ ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക? ഈ പങ്കുവയ്ക്കുന്ന ഡേറ്റ ഉപയോഗിക്കുന്ന കോഡിന്റെ ഭാഗത്തെയാണ് നമ്മൾ ക്രിട്ടിക്കൽ സെക്ഷൻ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഒരേ സമയം ഒരാൾക്ക് മാത്രം പ്രവേശനം നൽകാൻ നമുക്കൊരു കാവൽക്കാരൻ വേണം. അവിടെയാണ് സെമാഫോർ എന്ന ആശയം വരുന്നത്. കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ എഡ്ഗർ ഡൈക്സ്ട്രയാണ് ഇത് മുന്നോട്ട് വെച്ചത്. ശരിക്കും പറഞ്ഞാൽ കോഡിന്റെ ലോകത്തെ ഒരു ട്രാഫിക് പോലീസ് തന്നെയാണ് ഈ സെമാഫോർ. ഇതിന് പ്രധാനമായും രണ്ട് ഓപ്പറേഷനുകളാണ് ഉള്ളത്: വെയിറ്റിംഗ്, പിന്നെ സിഗ്നലിംഗ്. ഇവയെ അറ്റോമിക് എന്നാണ് പറയുന്നത്, കാരണം ഈ ഓപ്പറേഷനുകൾക്കിടയിൽ മറ്റൊന്നിനും ഇടപെടാൻ പറ്റില്ല. വെയിറ്റിംഗ് എന്നു പറയുമ്പോൾ എനിക്ക് അകത്തേക്ക് പ്രവേശിക്കണമെന്ന് ചോദിക്കുന്നത് പോലെയാണ്. സിഗ്നലാണെങ്കിൽ എന്റെ പണി കഴിഞ്ഞു, ഇനി അടുത്തയാൾക്ക് വരാമെന്നു പറയുന്നതും പോലെ. ഓക്കെ, ഇനി നമുക്ക് സെമാഫോറുകളുടെ ഏറ്റവും ലളിതമായ രൂപം എന്താണെന്ന് നോക്കാം. അതാണ് ബൈനറി സെമാഫോറുകൾ. പേര് സൂചിപ്പിക്കുന്നതുപോലെ ഇവയൊരു ഗേറ്റ് കീപ്പറെ പോലെയാണ്. ഒരു ബൈനറി സെമാഫോറിന് ആകെ രണ്ട് വിലകളെ ഉണ്ടാകൂ, ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1. അതുകൊണ്ട് തന്നെ ഒരു ക്രിട്ടിക്കൽ സെക്ഷനിലേക്ക് ഒരൊറ്റ ത്രെഡിന് മാത്രം പ്രവേശനം ഉറപ്പാക്കാൻ ഇത് വളരെ മികച്ചൊരു ടൂളാണ്. ഇതിനെ ഒരു റൂമിന്റെ വാതിലിലുള്ള ഒരു പൂട്ടായിട്ട് സങ്കൽപ്പിക്കാം. പൂട്ട് തുറന്നു കിടക്കുകയാണെങ്കിൽ, അതായത് മൂല്യം 1 ആണെങ്കിൽ, നിങ്ങൾക്കകത്ത് കയറി വാതിൽ ലോക്ക് ചെയ്യാം. അപ്പോൾ മൂല്യം 0 ആകും. ഇനി ആരെങ്കിലും വന്നാൽ പൂട്ട് തുറക്കുന്നതുവരെ, അതായത് മൂല്യം 1 ആകുന്നതുവരെ പുറത്ത് കാത്തു നിൽക്കണം. ഈ ഒരാശയത്തെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ മ്യൂടെക്സ് ലോക്ക് പോലെ തോന്നാം, അല്ലേ? പക്ഷെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. മ്യൂടെക്സിൽ ആരാണോ റൂം പൂട്ടി അകത്ത് കയറിയത് അയാൾ തന്നെ പുറത്തിറങ്ങി വാതിൽ തുറക്കണം. എന്നാൽ ബൈനറി സെമാഫോറിൽ അങ്ങനൊരു നിർബന്ധമില്ല. ഒരാൾക്കകത്ത് കയറി വാതിലെടുക്കാം, മറ്റൊരാൾക്ക് വേണമെങ്കിൽ അത് പുറത്തുനിന്ന് തുറന്നുകൊടുക്കാം. ഇത് സെമാഫോറുകളെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കുന്നു. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരൊറ്റ റിസോഴ്സ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. എന്നാൽ ഒന്നിൽ കൂടുതൽ, പക്ഷേ എണ്ണത്തിൽ പരിമിതമായ റിസോഴ്സുകൾ ഉണ്ടെങ്കിലോ? അവിടെയാണ് കൗണ്ടിംഗ് സെമാഫോറുകളുടെ പ്രാധാന്യം. ഒരു ഉദാഹരണം നോക്കാം. ഒരു വെബ് സെർവറിന് ഒരേ സമയം ഉപയോഗിക്കാൻ 5 ഡാറ്റാബേസ് കണക്ഷനുകൾ ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ നമ്മൾ കൗണ്ടിംഗ് സെമാഫോറിന്റെ വില 5 സെറ്റ് ചെയ്യും. ഓരോ പ്രോഗ്രാം ഒരു കണക്ഷൻ ഉപയോഗിക്കുമ്പോഴും ഈ കൗണ്ട് 1 വീതം കുറയും. അതായത് 4, 3, 2, 1, 0 എന്നിങ്ങനെ. കൗണ്ട് 0 ആയാൽ പിന്നെ വരുന്ന പ്രോഗ്രാമുകൾക്ക് കാത്തുനിൽക്കണം. ആരെങ്കിലും കണക്ഷൻ ഉപയോഗം കഴിഞ്ഞ് തിരികെ നൽകുമ്പോൾ കൗണ്ട് വീണ്ടും കൂടും. കാത്തുനിൽക്കുന്ന ഒരാൾക്ക് ആ കണക്ഷൻ ഉപയോഗിക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മുടെ ആവശ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനു പറ്റിയ ടൂള് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഈ ടേബിൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയുന്നുണ്ട്. ബൈനറി സെമാഫോർ ഒരാൾക്ക് മാത്രം പ്രവേശനം നൽകാനും സിഗ്നലുകൾ കൈമാറാനും ഉപയോഗിക്കാം. കൗണ്ടിംഗ് സെമാഫോർ ആണെങ്കിൽ ഒന്നിലധികം റിസോഴ്സുകളുള്ള ഒരു പൂൾ മാനേജ് ചെയ്യാനാണ് നല്ലത്. മ്യൂടെക്സ് ലോക്കാകട്ടെ കർശനമായ ഓണർഷിപ്പ് നിയമങ്ങളോടെ ഒരാൾക്ക് മാത്രം പ്രവേശനം നൽകുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാമുകളിൽ ഒരു ചിട്ട കൊണ്ടുവരാനുള്ള വളരെ ശക്തമായ ഒരു മാർഗമാണ് സെമാഫോറുകൾ. ഒരു ട്രാഫിക് പോലീസ് എങ്ങനെയാണോ റോഡിലെ വാഹനങ്ങളെ നിയന്ത്രിച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നത്, അതുപോലെ സെമാഫോറുകൾ കോഡിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി എല്ലാം സുഗമമായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു, അല്ലേ? പക്ഷേ ഈ പരിഹാരം തന്നെ പുതിയൊരു പ്രശ്നത്തിന് കാരണമാകുമോ? ഒന്നാലോചിച്ചു നോക്കൂ. പ്രോസസ് എ, പ്രോസസ് ബി കയ്യിലുള്ള ഒരു റിസോഴ്സിനായി കാത്തിരിക്കുന്നു.
അതേസമയം പ്രോസസ് ബി, പ്രോസസ് എയുടെ കയ്യിലുള്ള മറ്റൊന്നിനായും കാത്തിരിക്കുന്നു. ആരും മുന്നോട്ട് പോകുന്നില്ല, ആരും പിന്നോട്ടും പോകുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് ഡെഡ്ലോക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് നമുക്ക് മറ്റൊരു ദിവസം വിശദമായി സംസാരിക്കാം.